ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് സമാപനം. മുഴുവൻ ഹാജിമാരും ഇന്ന് മിനയോട് വിട പറയും. ഇന്നു മുതൽ മക്കയോട് യാത്ര പറയുന്ന വിടവാങ്ങൽ ത്വവാഫിന്റെ തിരക്കിലേക്ക് ഹറം മാറും. മലയാളി ഹാജിമാർ മറ്റന്നാൾ മുതൽ മദീനയിലേക്കും പിന്നീട് നാട്ടിലേക്കും തിരിക്കും. പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നത്തെ ജംറയിലെ കല്ലേറ് കർമ്മങ്ങളും തീർത്ത് ഹാജിമാർ മിനയോട് വിട പറയും. ഇനിയുള്ളത് വിടവാങ്ങൽ ത്വവാഫാണ്. അതായത് കഅബക്കരികിലെത്തി മക്കയോട് വിട പറയുന്ന അവസരത്തിന് ദൈവത്തോട് നന്ദി പറയുന്ന കർമ്മം. കർക്കശമായ നിയന്ത്രണം ഇത്തവണ ഹാജിമാർക്ക് ഏറെ ഗുണമായിട്ടുണ്ട്. ഹജ്ജ് വളരെ ഒരു നല്ല അനുഭവമാണ്. ഹാജിമാരല്ലാത്ത ഒരാളെയും മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിപ്പിക്കാത്ത ഒരു സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചു. മക്കയിൽ തന്നെ ഹറമിൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് പോലും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണ്ട എന്ന് സ്ട്രിക്റ്റായ നിലപാടെടുത്തു. അപ്പോൾ ഹാജിമാർ മാത്രമായതുകൊണ്ട് ത്വവാഫിനും സഅയിനും മറ്റിടങ്ങളിലൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഹജറുൽ അസ്വദ് മുത്താൻ എനിക്ക് ഈ പ്രാവശ്യമാണ് അവസരം കിട്ടിയത്. വിടവാങ്ങൽ ത്വവാഫിനായി ഹറമിൽ വൻ തിരക്കുണ്ട്. 3 ദിവസം കനത്ത തിരക്ക് ഹറമിലുണ്ടാകും. മലയാളി ഹാജിമാർ ഓരോ സംഘങ്ങളായി എത്തി ഇവ പൂർത്തിയാക്കും. പിന്നീട് മദീനയിലേക്ക് പോകും. അവിടെ 8 ദിനം കഴിഞ്ഞ് നാട്ടിലേക്കും. സ്വകാര്യ ഗ്രൂപ്പിലെ മലയാളി ഹാജിമാർ ഇന്നു മുതൽ തന്നെ നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. മദീന വഴിയെത്തിയ ഇന്ത്യൻ ഹാജിമാരും മറ്റന്നാൾ മുതൽ ജിദ്ദ വഴി നാട്ടിലേക്ക് തിരിക്കും. കനത്ത സുരക്ഷയിൽ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെയാണ് ഓരോ ഹാജിമാരും ഇത്തവണ കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. അങ്ങനെ ഈ ഹജ്ജ് കാലത്തിനും ഇവിടെ സമാപനമാകുന്നു. മിനായിൽ നിന്നും സാബിത് സലീമിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1.